ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ്. ചെന്നൈയിലേക്കുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പിന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ചെന്നൈ എഗ്മോർ മ്യൂസിയം കണ്ട ശേഷം നമ്മൾ അടുത്തതായി പോകുന്നത് മറീന ബീച്ചിന്റെ അടുത്തായി തന്നെയുള്ള സാന്തോം കത്തീഡ്രൽ ബസിലിക്കയിലേക്കാണ്. ഭാരതത്തിന്റെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ തോമാസ് ലീഹായുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. എഗ്മോർ മ്യൂസിയത്തിൽ നിന്നും ബസ്സിനാണ് നമ്മൾ പോകുന്നത്. കത്തീഡ്രലിന്റെ തൊട്ടടുത്ത് വരെ നമുക്ക് ബസ്സിൽ തന്നെ എത്താൻ സാധിക്കും. അസ്തമയ സൂര്യന്റെ ശോഭയിൽ തലയുയർത്തി നിൽക്കുന്ന കത്തീഡ്രലിനെ ലക്ഷ്യമാക്കി നടന്നപ്പോൾ തമിഴിൽ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണമായി പോകുന്ന വിശ്വാസികളെ കാണാൻ കഴിഞ്ഞു. ഇതൊരു കഥയാണ്. കാലത്തിന്റെ തീരങ്ങളിൽ ഓളം പിടിച്ച ഒരു വിശ്വാസയാത്ര. ഇതൊരു സഞ്ചാരിയുടെ കഥയാണ്. കടലുകൾ കടന്ന് ദൂരെ ഒരു ദേശത്ത് ദൈവവചനത്തിന്റെ വിത്ത് വിതച്ച സെന്റ് തോമസിന്റെ കഥ. യേശുവിന്റെ വിശ്വസ്ത ശിഷ്യൻ, താൻ നേരിൽ കണ്ടവൻ, സംശയിച്ച് തൊട്ടുനോക്കിയവൻ, ഇന്ത്യയുടെ മണ്ണിലേക്ക് ആദ്യമായി സുവിശേഷം കൊണ്ടുവന്ന ദൂതൻ. ക്രിസ്തുവിന് ശേഷം 52-ാം വർഷം മധ്യപൂർവ്വ ദേശത്ത് നിന്ന് കടൽ മാർഗം വിശ്വാസത്തിന്റെ വെളിപാടുകൾ പിന്തുടർന്ന് അപ്പസ്തോലൻ തോമസ് മലബാറിന്റെ തീരത്ത് കാൽവെച്ചു. സെന്റ് തോമസിന്റെ കയ്യിലുണ്ടായിരുന്നത് വാക്കുകൾ മാത്രമായിരുന്നില്ല. വാക്കുകളിലൂടെ വന്ന ആത്മാവിന്റെ ആഴമാർന്ന സ്പർശം കൂടുതൽ വിശ്വാസികളെ സൃഷ്ടിക്കാനിടയാക്കി. തന്റെ ശുശ്രൂഷയുടെ ഒടുവിൽ അദ്ദേഹം എത്തിയത് മൈലാപ്പൂരിലേക്കാണ്. അവിടെ വിശ്വാസത്തിനു വേണ്ടി ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചു. ശത്രുക്കളുടെ കയ്യിൽ വീണ് കുന്തത്താൽ കുത്തേറ്റ് മരണപ്പെട്ടെങ്കിലും വിശ്വാസത്തിന്റെ വിത്ത് മണ്ണിൽ ചിതറി അദ്ദേഹം ജീവിത ദൗത്യം പൂർത്തിയാക്കി. ഇന്ന് സെന്റ് തോമസ് മൗണ്ടിലെ കബറിടം ആ വലിയ സമർപ്പണത്തിന്റെ ശബ്ദമറ്റ ഓർമ്മയാകുന്നു. ചെന്നൈയിലെ സമുദ്രതീരത്ത് കടലിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സങ്കീർണമായ ശിലാസ്മാരകം. ഇതൊരു പള്ളിയാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതലും ഇതൊരു സന്ദേശമാണ്. സമയം മറന്ന് യാത്ര ചെയ്യുന്ന വിശ്വാസത്തിന്റെ, സഹനത്തിന്റെ, ആത്മാർത്ഥതയുടെ സന്ദേശം. ഇത് സാന്തോം കത്തീഡ്രൽ ബസിലിക്ക, സെന്റ് തോമസ് അപ്പസ്തോലന്റെ വിശുദ്ധ സ്മാരകം. പുതിയൊരു സന്ദേശം വന്നപ്പോൾ സംശയങ്ങളും ആശങ്കകളും ഉണ്ടായെങ്കിലും വിശ്വാസം സംശയത്തെ കീഴടക്കുകയും അത് ആത്മാവിന്റെ വിപ്ലവമാവുകയും ചെയ്തു. തോമാസ് ലീഹ സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു. തന്റെ ജീവനാൽ തന്നെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചു. ഈ കത്തീഡ്രൽ പള്ളിയിലേക്കുള്ള പ്രവേശനം ഏകദേശം ഒരു ശാന്തതയുടെ ലോകത്തിലേക്കുള്ള കവാടം പോലെയാണ്. വലിയ ഗോതിക് ആർച്ചുകൾ, കിടിലമായ ഉത്തുംഗ ഗോപുരം, നടുവിൽ ഉയർന്നു നിൽക്കുന്ന വെള്ളക്കുരിശ്, ഇവയിൽ ഒളിഞ്ഞുകിടക്കുന്നത് ദ്വിതീയ ശതാബ്ദത്തിലെ ഒരു അപ്രത്യക്ഷ സഞ്ചാരിയുടെ കഥയാണ്. ക്രിസ്തുവിന്റെ ദൂതനായ സെന്റ് തോമസ് ക്രിസ്തുവിനു ശേഷം 52-ൽ കേരള തീരത്തെത്തിയ ശേഷം ദക്ഷിണേന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും സുവിശേഷം വ്യാപിപ്പിച്ചു. അവസാനമായി അദ്ദേഹം എത്തിയത് ഈ ചോളമണ്ഡല തീരത്തേക്കാണ്. ഒടുവിൽ പ്രവർത്തിച്ച സ്ഥലമായ തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് ക്രിസ്തുവർഷം 72-ൽ അദ്ദേഹം കുത്തേറ്റ് മരിച്ചതായും വിശ്വസിക്കപ്പെടുന്നു. തോമാസ് ലീഹായുടെ കബറിടം മൈലാപ്പൂരിൽ ഇപ്പോഴുമുണ്ടെങ്കിലും അവിടുത്തെ ഭൗതിക അവശിഷ്ടം സിറിയയിലെ എഡേസയിലേക്കും അവിടെ നിന്നും ഇറ്റലിയിലെ ഓർത്തോണയിലേക്കും കൊണ്ടുപോയി സൂക്ഷിച്ചിരിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാർ ആദ്യം ഇവിടെ പള്ളി കെട്ടി. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് 1896-ൽ ആധുനിക രീതിയിലുള്ള ഗോസ്പൽ കത്തീഡ്രൽ പുനർനിർമ്മിക്കപ്പെട്ടു. ഇന്നത്തെ നിയോ ഗോതിക് ശൈലി അതിന്റെ അടയാളമാണ്. ഇത് വാഴ്ത്തപ്പെടുന്നത് ലോകത്തിലെ സെന്റ് തോമസിന്റെ കല്ലറയുള്ള 3 പ്രധാന സ്ഥലങ്ങളിൽ ഒന്നായിട്ടാണ്. സെന്റ് തോമസിന്റെ കല്ലറയിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ടടുത്തായി തന്നെ സെന്റ് തോമസ് ആർട്ട് ഗാലറി ഉണ്ട്. ഇവിടെ പുരാതനമായ രേഖകളും ബൈബിൾ താളുകളും വിശുദ്ധന്റേതെന്ന് കരുതപ്പെടുന്ന അസ്ഥികളും കാണാം. പള്ളിയുടെ ആകർഷകമായ പ്രാർത്ഥനാ മണ്ഡപങ്ങൾക്ക് താഴെ തണുത്ത കല്ലുകൊണ്ട് ചുറ്റപ്പെട്ട ഗുഹാസദൃശമായ ക്രിപ്റ്റിലേക്ക് നമ്മൾ കയറിപ്പോകുമ്പോൾ ഒരു വിശ്വാസത്തിന്റെ പ്രകാശശിലയായ സെന്റ് തോമസ് അപ്പസ്തോലന്റെ വിശുദ്ധ കല്ലറ കാണാൻ സാധിക്കും. ഒരു വലിയ നഗരത്തിന്റെ ഇടയിലെ ഒരു ദേവാലയം മാത്രമല്ല ഇത്.
നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇവിടെ വന്ന ഒരാളുടെ വിശ്വാസത്തിന്റെ, സമർപ്പണത്തിന്റെ, ഒരു മൗനമായ സാക്ഷിയുടെ ഭൗതിക രൂപമാണ്. അദ്ദേഹം ഈ നാട്ടിലെത്തിയത് ഒരു യാദൃച്ഛികം മാത്രമല്ല. അദ്ദേഹം വിശ്വാസം പകർന്നിടാൻ വന്നു. മൂകമായ കല്ലുകൾക്ക് ജീവൻ നൽകാൻ വന്നു. ഇവിടെ നിന്നിറങ്ങുമ്പോൾ പിറകിലേക്ക് നോക്കാൻ നമ്മൾ നിർബന്ധിതരാകും. കാരണം ഇതൊരു സഞ്ചാരത്തെക്കാൾ വലിയൊരു അനുഭവമായിരുന്നു. വൈകുന്നേരമായതുകൊണ്ട് നല്ല തിരക്കുണ്ട് ബസിലിക്കയിൽ. പ്രാർത്ഥിക്കാനും തീർത്ഥാടനത്തിനുമായി വന്ന ഒരുപാട് വിശ്വാസികളെ ഇവിടെ കാണാൻ സാധിക്കും. കത്തീഡ്രലിലെ കാഴ്ചകളും ചരിത്രവും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. ചെന്നൈയിലെ മറ്റ് വിശേഷങ്ങൾ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.